സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയുടെ ലേഔട്ടും കലാപരമായ അലങ്കാരങ്ങളും തയ്യാറാക്കിയ പ്രമുഖ ചിത്രകാരൻ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയുടെ ലേഔട്ടും കലാപരമായ അലങ്കാരങ്ങളും തയ്യാറാക്കിയ പ്രമുഖ ചിത്രകാരൻ ആരാണ്? നന്ദലാൽ ബോസ്. ഓപ്ഷൻ സി, നന്ദലാൽ ബോസ്. എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏത് സംഘടനയുടെ സ്ഥാപക ദിനത്തെ അനുസ്മരിച്ചാണ്? എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് സംഘടനയുടെ സ്ഥാപക ദിനത്തെ അനുസ്മരിച്ചാണ്? ഓപ്ഷൻ സി, ലോകാരോഗ്യ സംഘടന. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO സ്ഥാപക ദിനത്തെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ കയ്യെഴുത്ത് പ്രതിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എത്ര അംഗങ്ങളാണ് ഒപ്പുവെച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ കയ്യെഴുത്ത് പ്രതിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എത്ര അംഗങ്ങളാണ് ഒപ്പുവെച്ചത്? 284 ആണ്. 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദങ്ങളാണ് പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദങ്ങളിലാണ് പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 5 മുതൽ 11 വരെയാണ്. അനുച്ഛേദം 5 മുതൽ 11 വരെയാണ് പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ പൗരന്റെ സ്വത്തവകാശത്തെ ഒരു മൗലിക അവകാശത്തിൽ നിന്ന് നിയമപരമായ അവകാശം മാത്രമായി മാറ്റിയത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യൻ പൗരന്റെ സ്വത്തവകാശത്തെ ഒരു മൗലിക അവകാശത്തിൽ നിന്ന് നിയമപരമായ അവകാശം മാത്രമാക്കി മാറ്റിയത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭേദഗതിയാണ്. 44-ാം ഭേദഗതി. പഴങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന ജാമുകൾ, സ്കോഷുകൾ, ജെല്ലികൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന രാസ സംരക്ഷക പദാർത്ഥം, കെമിക്കൽ പ്രിസർവേറ്റീവ് ഏതാണ്? പഴങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന ജാമുകൾ, സ്കോഷുകൾ, ജെല്ലികൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രാസ സംരക്ഷക പദാർത്ഥം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബെൻസോയിക് ആസിഡ് ആണ്. ഓപ്ഷൻ സി, ബെൻസോയിക് ആസിഡ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി നടൻ ആരാണ്? ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആര്? PJ ആന്റണി ആണ്. ഓപ്ഷൻ സി, PJ ആന്റണി. വൈദ്യുതിയുടെ അളവ് കണക്കാക്കുന്നതിനുള്ള വാണിജ്യപരമായ ഏകകം ഏതാണ്? വൈദ്യുതിയുടെ അളവ് കണക്കാക്കുന്നതിനുള്ള വാണിജ്യപരമായ ഏകകം ഏത്? കിലോവാട്ട് അവർ ആണ്. കിലോവാട്ട് അവർ. കേരളത്തിലെ കൊല്ലം ജില്ലയെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയുമായി ബന്ധിപ്പിക്കുകയും ദേശീയപാത 744 കടന്നു പോവുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ചുരം ഏതാ? കേരളത്തിലെ കൊല്ലം ജില്ലയെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുകയും ദേശീയപാത 744 കടന്നു പോവുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ചുരം ഏതാണ്? ആര്യങ്കാവ് ചുരമാണ്. ഓപ്ഷൻ സി, ആര്യങ്കാവ് ചുരം. രാത്രികാലങ്ങളിൽ ആകാശത്ത് എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന വേട്ടക്കാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തമായ നക്ഷത്രഗണം ഏതാണ്? രാത്രികാലങ്ങളിൽ ആകാശത്ത് എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന
വേട്ടക്കാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തമായ നക്ഷത്രഗണം ഏത്? ഓറിയോൺ ആണ്. ഓപ്ഷൻ സി ഓറിയോൺ. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ പ്രദേശത്ത് 1940 പ്രവർത്തനം ആരംഭിച്ചതും കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുമായത് ഏതാണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ പ്രദേശത്ത് 1940 പ്രവർത്തനം ആരംഭിച്ചതും കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുമായത് ഏതാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ആധുനിക ആവർത്തന പട്ടികയിൽ കാർബൺ എന്ന മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏത്? ആധുനിക ആവർത്തന പട്ടികയിൽ കാർബൺ എന്ന മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് 14 കാർബൺ ഉൾപ്പെടുന്നത്. ഗ്രൂപ്പ് 14. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച 1956 മുതൽ 1961 വരെ നീണ്ടുനിന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച 1956 മുതൽ 1961 വരെ നീണ്ടുനിന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആര്? PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതായിരുന്നു? 1956 മുതൽ 1961 വരെയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് PC മഹാലനോബിസ് ആണ്. പ്രാചീന ഇന്ത്യയിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ പ്രമുഖമായ ചന്ദ്രഗുപ്ത മൗര്യന്റെ അധികാരത്തിലേക്കുള്ള ആരോഹണത്തെക്കുറിച്ചുള്ള മുദ്രാരാക്ഷസം എന്ന പ്രശസ്തമായ സംസ്കൃത നാടകം രചിച്ചത് ആര്? മുദ്രാരാക്ഷസം എന്ന പ്രശസ്തമായ സംസ്കൃത നാടകം രചിച്ചത് ആരാണ്? വിശാഖദത്തനാണ്. ഓപ്ഷൻ ബി വിശാഖദത്തൻ. ഒരു വൈദ്യുത സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏത്? ഒരു വൈദ്യുത സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ അളവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏതാണ്? ആംബിയർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആംബിയർ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ഔദ്യോഗികമായിട്ട് ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ഔദ്യോഗികമായിട്ട് ആരംഭിച്ച വർഷം ഏത്? 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1951. ഇന്ത്യയിലെ കണ്ടൽ കാടുകളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കണ്ടൽ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? ഒരു കണ്ടൽ മ്യൂസിയം കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചത് എവിടെയാണ്? കൊയിലാണ്ടിയിലാണ്. ഓപ്ഷൻ സി കൊയിലാണ്ടി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം ലക്ഷ്യമിട്ട് 1966 ഒപ്പുവെച്ച തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം ലക്ഷ്യമിട്ട് 1966 ഒപ്പുവെച്ച തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി. കടുവകളെ സംരക്ഷിക്കുന്നതിനും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനുമായി എല്ലാ വർഷവും അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? എല്ലാ വർഷവും അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 29 ജൂലൈ 29 എല്ലാ വർഷവും അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്നു. ജൂലൈ 29.
ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്ന ജടായു പാറ ടൂറിസം പദ്ധതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്ന ജടായു പാറ ടൂറിസം പദ്ധതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. കൃത്യമായ കോശമർമ്മമില്ലാത്ത ജീവികൾ ശാസ്ത്രീയമായി അറിയപ്പെടുന്ന പേര് എന്താണ്? കൃത്യമായ കോശമർമ്മമില്ലാത്ത ജീവികൾ ശാസ്ത്രീയമായിട്ട് അറിയപ്പെടുന്ന പേര് പ്രോകാരിയോട്ടുകൾ എന്നാണ്. പ്രോകാരിയോട്ടുകൾ എന്നാണ് കോശമർമ്മമില്ലാത്ത ജീവികൾ അറിയപ്പെടുന്നത്. പ്രോകാരിയോട്ടുകൾ. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വിതരണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വിതരണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? യോദ്ധാവ്. മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് യോദ്ധാവ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകളിൽ ഒന്നായ ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകളിൽ ഒന്നായ ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗുരുശിഖർ ആണ്. ഗുരുശിഖർ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി കേരളത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായിട്ട് കേരളത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1991. 1991. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത തീയതി എന്നാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത തീയതി ഓപ്ഷൻ സി ആണ്. 2025 ജൂൺ 6 ആണ്. 2025 ജൂൺ 6. ലോകമെമ്പാടുമുള്ള ഗതി നിർണയത്തിനായി ഉപയോഗിക്കുന്ന ഉപഗ്രഹ സംവിധാനം GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഏത് രാജ്യത്തിന്റെ സംഭാവനയാണ്? GPS വികസിപ്പിച്ചത് USA ആണ്. അമേരിക്കൻ ഐക്യനാടുകളാണ് GPS വികസിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ സമുദ്ര സമ്മേളനം 2025 ജൂൺ 9 മുതൽ 13 വരെ ഫ്രാൻസുമായി ചേർന്ന് കോസ്റ്റോറിക്കയുടെ സഹ അധ്യക്ഷതയിൽ നടന്നത് എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ സമുദ്ര സമ്മേളനം 2025 ജൂൺ 9 മുതൽ 13 വരെ ഫ്രാൻസുമായി ചേർന്ന് കോസ്റ്റോറിക്കയുടെ സഹ അധ്യക്ഷതയിൽ ചേർന്നത് എവിടെയാണ്? നീസാണ്. ഫ്രാൻസിലെ നീസിലാണ് ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ സമുദ്ര സമ്മേളനം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയ ബാങ്ക് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? HDFC ബാങ്ക് ആണ്. HDFC ബാങ്ക്. ഇന്ത്യയിലെ പുകയില നിയന്ത്രണത്തിനായുള്ള പ്രചാരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിതയായ പ്രമുഖ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആര്? ഇന്ത്യയിലെ പുകയില നിയന്ത്രണത്തിനായുള്ള പ്രചാരണങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് 2024 നിയമിതയായ പ്രമുഖ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ആണ്. PV സിന്ധു. ഇന്ത്യയുടെ 18ാമത് ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കറായി നിയമിതനായ പ്രമുഖ രാഷ്ട്രീയ നേതാവ് ആര്? ഇന്ത്യയുടെ 18ാമത് ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കറായിട്ട് നിയമിതനായത് ഭർതൃഹരി മെഹ്താബ് ആണ്. ഭർതൃഹരി മെഹ്താബ്.
ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത 2001 ഭൂകമ്പത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഭുജ് വോൾക്കാനിക് തീംഡ് സ്മാരക മ്യൂസിയം യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗുജറാത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത 2001 ഭൂകമ്പത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച ഭുജ് വോൾക്കാനിക് തീംഡ് സ്മാരക മ്യൂസിയം യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്മൃതി വൻ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്മൃതി വൻ. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെ അളക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ഏത്? ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെ അളക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ഓം. ഓപ്ഷൻ സി, ഓം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക 2023-24 പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക 2023-24 പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, ഉത്തരാഖണ്ഡ് എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, കേരളം, ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ IPCക്ക് പകരമായിട്ട് 2024 ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമ സംഹിതയുടെ പേര്. IPCക്ക് പകരമായിട്ട് പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമ സംഹിത ഏതാണ്? ഭാരതീയ ന്യായ സംഹിതയാണ്. ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഗുജറാത്താണ്. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം 1885. ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വായുമായി ഉണ്ടാകുന്ന തീവ്രമായ പ്രതിപ്രവർത്തനത്തിന്റെ ഫലമായി അവ കത്തിയെരിയുന്നതിനോ പ്രകാശിക്കുന്നതിനോ കാരണമായ ബലം എന്താണ്? ഘർഷണ ബലമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഘർഷണ ബലം. അസുറൈറ്റ് പ്രധാനമായും ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്, ചെമ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഇത് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കൽ പദ്ധതിയാണ്. ബക്രാനങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സത്ലജ് നദി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് എന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി. അടുത്ത ചോദ്യം, ജലം നിറച്ച ഒരു ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന ഒരു നാണയം യഥാർത്ഥ സ്ഥാനത്തേക്കാൾ അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ജലം നിറച്ച ഒരു ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന ഒരു നാണയം യഥാർത്ഥ സ്ഥാനത്തേക്കാൾ അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ്? അപവർത്തനമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അപവർത്തനം. ഇന്ത്യൻ സിവിൽ സർവീസ് ജീവനക്കാർക്കായി ദേശീയ പെൻഷൻ സിസ്റ്റത്തിന് പകരമായി 2024 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിയുടെ പേരെന്ത്? ഇന്ത്യൻ സിവിൽ സർവീസ് ജീവനക്കാർക്കായിട്ട് ദേശീയ പെൻഷൻ സിസ്റ്റത്തിന് പകരമായിട്ട് 2024 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിയുടെ പേര് ഏകീകൃത പെൻഷൻ പദ്ധതി. ഓപ്ഷൻ സി, ഏകീകൃത പെൻഷൻ പദ്ധതി.
സാമൂഹിക സമത്വത്തിനും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ നവോത്ഥാന നായകരിൽ ഒരാളായ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രധാന മുദ്രാവാക്യം ഏത്? വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഏത്? വേല ചെയ്താൽ കൂലി കിട്ടണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. വേല ചെയ്താൽ കൂലി കിട്ടണം. കാസർഗോഡുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിരവധി പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത നോവൽ എൻ മഗജെ എഴുതിയത് ആരാണ്? കാസർഗോഡുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിരവധി പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത നോവലാണ് എൻ മഗജെ. എൻ മഗജെ എഴുതിയത് ആരാണ്? അംബികാസുധൻ മങ്ങാടാണ്. അംബികാസുധൻ മങ്ങാട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വവും ഇന്ത്യൻ യൂണിയന്റെ ഏകീകരണത്തിന് പരിശ്രമിക്കുകയും അതിലൂടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുകയും ചെയ്ത നേതാവ് ആര്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വവും ഇന്ത്യൻ യൂണിയന്റെ ഏകീകരണത്തിന് പരിശ്രമിക്കുകയും അതിലൂടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുകയും ചെയ്ത നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മലയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തെന്മല. മതസൗഹാർദ്ദത്തിന്റെ പ്രാധാന്യം ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടാനും ബാധിപ്പാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന സന്ദേശം നൽകാനു വേണ്ടി ശ്രീനാരായണ ഗുരു ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടത്തിയ വർഷമേതാണ്? ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ വർഷം ഏത്? 1924 ഓപ്ഷൻ സി ആണ് ഉത്തരം. 1924. വാദിക്കാനും ജയിക്കാനുമല്ല അറിയുവാനും അറിയിക്കുവാനുമാണ് എന്നത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സർവമത സമ്മേളനവുമായിട്ടാണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ മാതൃകയാക്കി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? ഇതിനെയാണ് രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ്. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. പ്രധാനമായും വ്യാവസായിക മലിനീകരണം വഴി വെള്ളത്തിൽ കലരുമ്പോൾ മീനമാത രോഗത്തിന് കാരണമാകുന്നതും മനുഷ്യന്റെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നതുമായ ലോഹം ഏതാണ്? പ്രധാനമായും വ്യാവസായിക മലിനീകരണം വഴി വെള്ളത്തിൽ കലരുമ്പോൾ മീനമാത രോഗത്തിന് കാരണമാകുന്നതും മനുഷ്യന്റെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നതുമായ ലോഹം ഏത്? മെർക്കുറിയാണ്. മെർക്കുറി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഇടത്തോട്ട് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം പകരം വലത്തോട്ട് ചരിഞ്ഞിരിക്കുന്ന അപൂർവമായ അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇടത്തോട്ട് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം പകരം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അപൂർവമായ അവസ്ഥ അറിയപ്പെടുന്നത് ടെക്സ്ട്രോകാർഡിയ എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ടെക്സ്ട്രോകാർഡിയ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.